ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയുമായി റിലേറ്റ് ചെയ്ത് ഡിഗ്രി അതായത് UG സെമസ്റ്റർ ബേസ് ഒരുപാടേറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കമൻറ്റ് ബോക്സിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിഗ്രിയുടെ സെമസ്റ്റർ 1, സെമസ്റ്റർ 2, സെമസ്റ്റർ 3, സെമസ്റ്റർ 4, സെമസ്റ്റർ 5, സെമസ്റ്റർ 6 ബേസ് ചെയ്ത് ഏതിൻ്റെയൊക്കെ എക്സാമിനേഷനാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി വരാനുള്ള എക്സാമുകൾ ഏതൊക്കെയാണ്, ഏതിൻ്റെയൊക്കെ റിസൾട്ടുകളാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, റീവാലുവേഷൻ റിസൾട്ടുകളുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ റിസൾട്ടുകൾ ഓൾറെഡി പബ്ലിഷ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്, എക്സാം രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഏതിൻ്റെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ കമൻറ്റ് ബോക്സിലൊക്കെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങൾ ഈ ഒരു എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ വാലുവേഷനും പബ്ലിഷിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, റീവാലുവേഷൻ റിസൾട്ടുകൾ ബേസ് ചെയ്തിട്ട് ഒരിക്കലും അത് നമുക്ക് ഡിറ്റർമിൻ ചെയ്ത് അല്ലെങ്കിൽ നേരത്തെ കൂട്ടി പറയാനായിട്ട് സാധിക്കില്ല. വന്നിട്ടുണ്ടോ വന്നില്ലേ എപ്പോഴാണ് വരിക എന്നുള്ള കാര്യം. റീവാലുവേഷൻ റിസൾട്ടുകൾ നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വലായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം റിസൾട്ടുകൾ എപ്പോഴാണ് പബ്ലിഷ് ആക്കപ്പെടുക, ആ ടൈമിൽ നമ്മുടെ ഇൻഡിവിജ്വൽ പ്രൊഫൈലിലാണ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുക. അത് എല്ലാ വിദ്യാർത്ഥികളുടെയും മറ്റേ ടൈം തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ. അപ്പോൾ റീവാലുവേഷൻ റിസൾട്ടുകളെ ബേസ് ചെയ്തെടുത്തോളം ഡെയിലി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് നിങ്ങൾ റാൻഡം ആയിട്ട് അല്ലെങ്കിൽ ഡെയിലിയോ അല്ലെങ്കിൽ റാൻഡംലിയോ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുക. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ലോഗിനിലെ പ്രൊഫൈൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് അതിൽ റീവാലുവേഷൻ മെമ്മോ കിടപ്പുണ്ടോ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഡെയിലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം റിസൾട്ടുകൾ വരുന്ന സമയത്ത് റീവാലുവേഷൻ റിസൾട്ട് വരുന്ന സമയത്ത് അവിടെ റീവാലുവേഷൻ മെമ്മോ എന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു മെമ്മോയിൽ നിങ്ങൾക്ക് മാർക്ക് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് ആ ഒരു മാർക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ മാർക്ക് ലിസ്റ്റിൽ ആഡാക്കി എടുക്കുക എന്നുള്ളതാണ് പ്രൊസീജിയർ. അപ്പോൾ നിങ്ങൾ പലരും റീവാലുവേഷൻ്റെ കാര്യം ചോദിക്കുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ റാൻഡംലി ചെക്ക് ചെയ്യുക. കാരണം അത് കോമൺ ആയിട്ടിടുന്ന ഒന്നല്ലാത്തതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റില്ല വന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളത്. അപ്പം S4 ഒക്കെ പലർക്കും വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റാൻഡംലി നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി സെമസ്റ്റർ 1ലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എക്സാമിനേഷൻ ഓൾറെഡി കഴിഞ്ഞതാണ്. റിസൾട്ടുകളെ പറ്റി ഒരുപാട് വിദ്യാർത്ഥികൾ എൻക്വയറി ചെയ്യുന്നുണ്ട്. വാല്യൂഷൻ ഒന്നും തന്നെ സ്റ്റാർട്ട് ആയിട്ടില്ല, അതിന് നല്ല ടൈം എടുക്കും. കാരണം ഇനി വരുന്ന ഫസ്റ്റ് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ എക്സാം അനുബന്ധിച്ചുള്ള സമയത്തായിരിക്കും നിങ്ങളുടെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യപ്പെടുക. അല്ലെങ്കിൽ വാല്യൂഷനും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ടൈം ബേസിലേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ. ഇനി സെമസ്റ്റർ 2ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റിസൾട്ടുകൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെമസ്റ്റർ 4ൻ്റെയും റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദെൻ സെമസ്റ്റർ 3ലേക്ക് വരാമെന്നുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞു, വാല്യൂഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഉടനെ ഉണ്ടാവില്ല. ഇനി സെമസ്റ്റർ 5 ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെമസ്റ്റർ 5ൻ്റെ എക്സാം വാല്യുവേഷൻ ക്യാമ്പ് ഓൾറെഡി കഴിഞ്ഞ ഈ ഒരു ടൈമിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഓവറായി എന്ന് പറയുന്നുണ്ട്. ആൻഡ് ആൾസോ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ എൻക്വയറി ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നത് പ്രോസസ്സിങ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം യൂണിവേഴ്സിറ്റിയിൽ എൻക്വയറി ചെയ്താലും അവർ പ്രോസസ്സിങ് എന്നുള്ളതാണ് പറയാറ്. കൃത്യമായിട്ട് അത് ഓവറായെന്നോ അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് ഇന്ന ഡേറ്റിൽ വരും എന്നൊന്നും ഒരിക്കലും നമുക്ക് റിപ്ലൈ കിട്ടാറില്ല. അപ്പം യൂണിവേഴ്സിറ്റി എൻക്വയറി ചെയ്യുന്ന സമയത്ത് പ്രോസസ്സിങ്ങിലാണ്, റിസൾട്ടിങ് കാര്യങ്ങളൊക്കെ പ്രോസസ്സിങ്ങിലാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ബട്ട് അൺഒഫീഷ്യലി നമുക്ക് കിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം ക്യാമ്പ് കഴിഞ്ഞു, അതായത് വാല്യുവേഷൻ കഴിഞ്ഞിട്ടുണ്ട്, റിസൾട്ടുകൾ മറ്റുള്ള പ്രൊസീജിയേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഉടനെ തന്നെ വരും എന്നുള്ള കാര്യമാണ്. ഇനി സെമസ്റ്റർ 6ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സെമസ്റ്റർ 6ൻ്റെ എക്സാമിനേഷൻ ഏപ്രിൽ 3-നാണ് ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മറ്റു ചില റീസൺസ് കാരണം ഏപ്രിൽ 3-ലെ എക്സാമിനേഷൻ ഏപ്രിൽ 19-ലേക്ക് മറ്റും മാറ്റിയിട്ട് സെമസ്റ്റർ 6ൻ്റെ എക്സാം 5-ന്, അതായത് ഏപ്രിൽ 5-ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ടൈം ടേബിൾസും കാര്യങ്ങളൊക്കെ വന്നു എന്നുള്ളത് ഇപ്പോഴും അറിയാത്ത പല വിദ്യാർത്ഥികളുമുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ടൈം ടേബിൾസ് വന്നിട്ടുണ്ട്, സൈറ്റിൽ അവൈലബിൾ ആണ്, അത് ചെക്ക് ചെയ്യുക. ഏപ്രിൽ 5 മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ 6th സെമസ്റ്റർ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് ഇത്രയുമാണ് ഡിഗ്രി ബേസ് ചെയ്ത് സെമസ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള എക്സാം അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സാം രജിസ്ട്രേഷനും എക്സാം റിസൾട്ടിൻ്റെ ഒക്കെ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. കൂടുതൽ ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ആൻഡ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇതിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കേരള യൂണിവേഴ്സിറ്റി അതുപോലെ ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ. താങ്ക്